ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫിഷ് കട്ട്ലറ്റ് ആണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ഫിഷ് ഞാൻ ഇതുപോലെ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഈ ഫിഷ് ഇട്ട് കൊടുക്കാം. ഫ്ലഷ് കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മോദയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കുറച്ച് സവാള മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി എന്നിവയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ ഫിഷ് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വേവിക്കാൻ വെച്ച ഫിഷ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ പൊടിക്കുമ്പോൾ മുള്ളു വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇതിപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചാണ് ഫിഷ് വേവിച്ചപ്പോൾ അതിൽ ചേർത്തത്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികൾ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് ഉടച്ചു വെച്ചതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങും മസാലയും ഒക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഒരു മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു കട്ട്ലറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്നും കുറച്ച് മസാല എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്ത് അത് കൈവെള്ളയിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. കൈവെള്ളയിൽ വെച്ച് പരത്തുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഇപ്പം നമ്മൾ കുറച്ച് കട്ട്ലറ്റുകൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി എടുത്ത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം.
ബ്രെഡ് ക്രംസ് ഞാൻ 3 ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. കട്ട്ലറ്റ് നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഓരോ കട്ട്ലറ്റ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ബാക്കിയുള്ള മുഴുവൻ കട്ട്ലറ്റും ഞാൻ ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഞാൻ തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് ഇതുപോലെ ഒരു തവിയിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ കയ്യിലൊന്നും തെറിച്ചു വീഴാതിരിക്കും. ഇത് നമുക്ക് ഒരു സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്